ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നിവിടെ ഒരു മുതിര ഉണ്ടാക്കിയാലോ. മുതിര വെച്ചിട്ട് മുതിര പുഴുങ്ങി അതിൽ തേങ്ങ ചിരണ്ടിയിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. മഴക്കാലത്ത് നല്ല തണുപ്പല്ലേ, അപ്പോൾ നല്ല ചൂടായിരിക്കും മുതിരയ്ക്ക്. അപ്പോൾ നമ്മൾ മുതിര പുഴുങ്ങി തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് കഴിക്കുക. അതിൻ്റെ ചാറെടുത്തിട്ട് നമ്മൾ വറുത്തരച്ച് കറി വയ്ക്കാറുണ്ട്. കുടംപുളിയൊക്കെ ഇട്ട് വറുത്തരച്ച് കറി വെച്ചാൽ വയറിനൊക്കെ നല്ലതാണ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുതിര വെച്ചിട്ടൊരു തോരനാണ്. നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അതിനു വേണ്ടി ഇതുപോലെ ഒരു നാഴി അരിയൊക്കെ ഇളക്കുന്ന ഒരു നാഴിയില്ല, ആ നാഴിക്ക് ഒരു നാഴി മുതിരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് വറുത്തെടുക്കണം. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് മുതിര ഇട്ട് വറുത്ത് കൊടുക്കാം. ചട്ടി നല്ലോണം ചൂടായി അതിലേക്ക് നമുക്ക് മുതിര ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ചൂടാകുന്നവരെ ഇളക്കി കൊടുത്ത് നല്ലപോലെ ചൂടാക്കി എടുക്കുക. വറുത്ത് കരിക്കൊന്നും വേണ്ട, നന്നായി ചൂട് കയറുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. നല്ലതുപോലെ ചൂടാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി വെച്ച് തണുക്കാൻ വയ്ക്കാം. മുതിര നന്നായി ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നന്നായി കഴുകി കല്ലൊക്കെ ഇല്ലാണ്ട് അരിച്ചെടുത്ത് ഒരു കുക്കറിലിട്ട് വേവിക്കണം. ചിലതിൽ കല്ലൊക്കെ ഉണ്ടാവും, ചില നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് കല്ലുണ്ടാകാറില്ല. സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിൽ കല്ലുണ്ടാവില്ല. എന്നാലും കല്ലുണ്ടോ എന്ന് നോക്കണം, നല്ലതാണ്. മുതിര കഴുകി നമ്മൾ കല്ലൊക്കെ കളഞ്ഞ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കല്ലൊന്നും ഉണ്ടായിരുന്നില്ല, കല്ലൊക്കെ നോക്കി ഞാൻ കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത്. മുതിര കഴുകി ഒരു കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി മുതിര വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിൽ നിലന്ന് നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. തോരനായതുകൊണ്ട് അത്രയും മതി. ചാറെടുത്ത് കറി വയ്ക്കാനാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഇടുന്നത്. ഇനി ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് വേവിക്കാം. 7-8 വിസിൽ വരുന്നവരെ തുറന്ന് നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ അതിനനുസരിച്ച് 2 വിസിലും കൂടി അടുപ്പിച്ചാൽ മതി. തോരന് ആവശ്യമായിട്ട് വല്യുള്ളി ഒരെണ്ണം എടുത്തു, 2 പച്ചമുളക്, 3-4 വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്ന് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, വല്യുള്ളി. നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഉള്ളി മൂത്ത് വന്ന് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് കുരുമുളക് പൊടി, ഒരു നുള്ളു മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു നുള്ളു ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. മുതിര വെന്തോന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ മുതിര വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം എല്ലാം പറ്റി പാകത്തിന്. മുതിര
ഇനി നമുക്ക് മുതിര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുതിര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. അടിപൊളി സൂപ്പർ ടേസ്റ്റുമാണ്, നല്ലതുമാണ്. ഇതിൽ കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും ചേർത്തത് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്താൽ നല്ലതാണ്. ഇതിൽ തേങ്ങ ചേർക്കുന്നവർക്ക് തേങ്ങയും കൂടി ചേർക്കാം. ഇത് ചായക്ക് വേണമെങ്കിൽ കഴിക്കാം, ചോറിന് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് കമൻ്റ് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്കൊരു ബൗളിലേക്ക് കോരി മാറ്റാം. സൂപ്പർ ടേസ്റ്റാണ്. ചായേൻ്റെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും എല്ലാം നല്ലതാണ്. തടി കുറയ്ക്കുന്നവർക്കൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.